ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. കുറച്ച് നാളെത്തി വന്നേക്കുന്നത് കുറച്ച് നാളല്ല, ഒരു മാസം. ഒരു മാസം ഇപ്പഴാണ് ഓക്കെ ആട്ടാ. പറയാൻ പറ്റില്ല. ഇടിയപ്പം കഴിക്കണമെന്ന് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അതെ ഗൈസ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അല്ലേ? അതെ, ഇനി വിരലെണ്ണുന്ന ദിവസങ്ങൾ മാത്രം നമ്മളുടെ വീട്ടിൽ ഒരാളും കൂടി കൂടാൻ വേണ്ടി. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ? അതെ, നാളെയാണ് ഞങ്ങള് 9ാം മാസം കാണാൻ പോണ ചടങ്ങ്. പണ്ടൊക്കെ എല്ലാവരും വയറ് കാണാൻ പോണെന്നൊക്കെ പറയും. അതെ, ഇപ്പൊ നാളെയാണ് 9ാം മാസം കാണാൻ പോണ ചടങ്ങ്. അപ്പൊ അതിന്റെ കുറച്ച് അതിന്റെ ഭാഗമായിട്ട് ആദ്യം എത്തിയിട്ടുണ്ട് വലിയ. അതെ, വലിയച്ചാണ് ഫസ്റ്റ് എത്തണത്. അതല്ലേ വേണ്ടതല്ലേ? അതെ 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 അതെ. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വലിയ ഇപ്പൊ അമ്പലം നടക്കണല്ലേ? എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ എല്ലായിടത്തും നടക്കണ്. ഇപ്പൊ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ വലിയ നടത്തുന്നത്. അമ്പലത്തിൽ പോയിട്ട് വന്നേക്കണായിരുന്നു. കൂട്ടാട് അമ്പലത്തിലായിരുന്നു കുറെ ദിവസം. കൂട്ടാട് അമ്പലത്തിൽ നിന്ന് അവിടെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് പിന്നെ ബ്ലൗസിനുള്ളിയൊക്കെ എടുത്തു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടൊക്കെയാണ് വന്നേക്കണം അമ്പലത്തിൽ നിന്ന്. വലിയ കാര്യം തന്നെയാണ്. കാര്യത്തിലും അങ്ങനെ എല്ലായിടത്തും ഒക്കെ നടക്കാൻ പറ്റണം വലിയ കാര്യമാണ്, ഭാഗ്യമാണത്. അതെ അതെ, എല്ലാവർക്കും ഈ പ്രായത്തിൽ ഇങ്ങനെ ചുറുചുറുപ്പോടെ നടക്കാൻ പറ്റണമെന്നില്ല. പറഞ്ഞു ചുമ ഒരു രക്ഷയില്ലാത്ത ചുമയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് ചുമ കേട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ പറയല്ലേ വലിയ ചെറുപ്പം ആൾക്കാർ എന്തോരം ആൾക്കാർ പാടില്ലാതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കൂട്ടണം. അങ്ങനെയൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നുണ്ട്. ഗസ്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നാളെ ആയിരിക്കും നമ്മുടെ 9ാം മാസത്തിന്റെ വീഡിയോ ഒക്കെ നാളേക്ക് കൊടുക്കണേ. ഇപ്പൊ തലേ ദിവസത്തെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിക്കാൻ കയറിയിരിക്കണായിരുന്നു. അപ്പൊ ഞാൻ തമാശക്ക് ഞാൻ മീൻ പെട്ടായിരുന്നു. ഞാൻ തമാശക്ക് പറഞ്ഞു കണ്ണാ നമുക്ക് ഗസ്റ്റ് ഉണ്ട് ഇട്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ? അപ്പൊ ഇനി വലിച്ചിട്ട് കൊണ്ടുപോകണം. ഞാനിപ്പോ സുധീർ വീട്ടിലേക്ക് പോയാണ്. അവിടെ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ട് പുറത്ത് പോയിട്ട് അവന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ബാക്കി കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നോക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ആള് യോഗ ക്ലാസ് കേൾക്കായിരുന്നല്ലേ? എവിടെ പോയി പോകണല്ലേ? അമ്മ ജോലിക്ക് പോകുമ്പോയി അമ്മ കൂടി തൊട്ടിപ്പുറത്ത് അമ്പലത്തിൽ പോയേക്കായിരുന്നു. അമ്പലത്തിൽ എന്ന് വെച്ചാല് അമ്പലത്തിൽ പുറത്ത് നിന്നിട്ട് സദ്യ നേരത്തെ ചോറും കറി അന്നദാനം. അപ്പൊ അത് കഴിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. അതെ, പിന്നെ കഴിച്ചിട്ട് വന്നിട്ട് ചൂടത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ യോഗ ക്ലാസ് ഉണ്ട് അല്ലേ? നമുക്ക് ആശ്രയം തന്നെയാണുള്ളല്ലേ? യോഗ ക്ലാസ് ഉണ്ടാവും. പിന്നെ ആഴ്ചയിൽ ആന്റിനേറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശനിയാഴ്ച ദിവസങ്ങളിൽ. അപ്പൊ ഇന്നത്തെ ഞാൻ എപ്പോഴും കയറണം വിചാരിക്കുമ്പോഴും എനിക്ക് പറ്റാറില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഇനിയിപ്പോ നമ്മളത് കേറി കറക്റ്റായിട്ട് സമയമില്ല ഇനി പറ്റാനായിട്ട്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ അത് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ വലിയതൊന്നുമില്ല കേട്ടാ യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണ നോർമലി ചെയ്യുന്ന സ്റ്റെപ്പ് കയറലി ആ സംഭവം ഇതിൽ പെടണം, വ്യായാമത്തിൽ പെടണതാണ്. പക്ഷെ യോഗയിൽ അത് വിടൂല. യോഗയിൽ അതല്ല, ഇതിപ്പോ പ്രഗ്നൻസി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് വെറുതെ ജസ്റ്റ് ഒരു ബ്രീത്തിങ് അവര് പറഞ്ഞ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പറ്റണത് ചെയ്യാനേ അവരും പറയുന്നുള്ളൂ കേട്ടോ. അതെല്ലാം കാണിച്ച് തന്നെ നമുക്ക് പറ്റണതൊക്കെ നമുക്ക് ചെയ്യാം. അതെ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകണേന്നല്ലേ? ചെറിയ 2 ദിവസം ആൾക്ക് മേടിക്കാണ്ട് നമ്മുടെ പരിപാടികൾ നൈസായിട്ട് തുടക്കൂട്ടുണ്ട്. നാളെയാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, കൊച്ചു ചടങ്ങ്. അതെ, അതിന്റെ മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. വലിയത് ചടങ്ങൊന്നുമില്ല കേട്ടോ, ചെറുത് കുറച്ച് ആൾക്കാർ മാത്രം. നമ്മള് വലിയ പരിപാടി പറഞ്ഞാൽ കഴിഞ്ഞല്ല. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നേരെ നമുക്കിനി പുറത്തേക്ക് എന്താണ് ഗ്യാസ് ക്യാൽസ്യത്തിൻ്റെ ഗുളിക വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. രാത്രി ക്യാൽസ്യത്തിൻ്റെ ഗുളിക വെച്ച് 1-2 ദിവസങ്ങളിലാണ് ഡോക്ടറെ തോപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. 1-2 ദിവസങ്ങളിലേ കഴിക്കുള്ളൂ എന്ന് ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എല്ലാ ദിവസവും കഴിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ ഒരു ദിവസം ക്യാൽസ്യം കഴിക്കുന്ന ദിവസം പിറ്റേ ദിവസം എനിക്ക് പറ്റൂല. ഇത് കഴിച്ചില്ലെങ്കിൽ പറ്റൂല. കഴിച്ചില്ല ശരിയാവില്ല. അതെ, അപ്പൊ നമുക്ക് പോകാൻ നോക്കിയല്ലോ. നമുക്കൊന്ന് പറൂര് പോയിട്ട് വരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താറിനല്ല പോണത്.
തക്കുൻ്റെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നേരെ വീണ്ടും അവിടെ കൊണ്ടുപോയിട്ടേക്കാം. വേറെ ഒന്നുമല്ല, ഇതിലാണ് ശ്രുതിക്ക് കയറാൻ എളുപ്പം. നമുക്ക് എത്ര പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിലും ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ താറിൻ്റെ അത്ര കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്ന് പറഞ്ഞു പോയിട്ട് വരാം. ഓക്കെ, എന്തെടുക്കാണ്? വണ്ടിക്ക് ഒട്ടും എ സി ഇല്ല, എ സി വർക്കുള്ള. അപ്പോൾ അതുകൊണ്ട് എ സി കാണിക്കാനും പിന്നെ 2 സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ വെഡിമറയാണ് വന്നേക്കണത് അല്ലേ? വെഡിമറ കണ്ട നമ്മുടെ വണ്ടി എ സി ഇല്ല, എ സി ഒട്ടുമില്ല. എന്നിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതാണ് കംപ്ലൈൻറ്റ് നോക്കാൻ നിർത്തും. തക്കുവിൻ്റെ വണ്ടിയാണേ. അപ്പോൾ കുറച്ചാളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും പറഞ്ഞുള്ളവർ വെടിമറ. നമ്മിങ്ങനെ അടുത്ത് എങ്ങോട്ടാണ് പോണേ? ആ കൊടുക്കാറില്ല സാറേ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും. പക്ഷെ ഇപ്പൊ കുടിച്ചാൽ കുഴപ്പമില്ല അല്ലേ? നല്ലതാണ് തോന്നണം. ഒറ്റക്ക് കുടിച്ചോണ്ട് ഇറങ്ങിയോ നോക്കിയ ഒരു സാധനം. പിന്നെ പൈസ കൊടുക്കാണ്ട് നിവർത്തിയില്ലല്ലോ. എനിക്ക് കുടിക്കാൻ തോന്നിയിരുന്നു. ഞാനാണ് കൊതിയല്ലേ, ഇതൊക്കെ കുടിക്കേണ്ടത് കൊതിയല്ലേ കുടിക്കേണ്ടത്. കുടിച്ചോ കുടിച്ചോ. അവിടെ നോക്കിയേ 1 2 3 ഒരെണ്ണം ഞാൻ കുടിച്ചേണ്ട. രണ്ടാമത്തെ ഞാൻ പകുതി കുടിക്കോളൂ. ശരി ശരിയല്ലെന്ന് അറിയാം, എന്നാലും ഇന്നത്തോട് മാത്രമേ ഉള്ളൂ. അവിടെ നോക്കിയിട്ട് പറ്റേ 2-3 ഡ്രസ്സ് എടുക്കാൻ കയറിയിരിക്കണം. സുമു ഓണാക്കിയൊക്കെയാണ് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ അപ്പം ഇങ്ങനെ വന്നതാണ്. നമുക്കിനിപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ കൊണ്ടുപോകാനുള്ളത്. പിന്നെ നാളത്തെ ഒരു ചടങ്ങുണ്ടെന്നാണ് പറയണത്, അങ്ങനെ കൊണ്ടുവരേണ്ട ചടങ്ങൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. എന്തൊരു ചടങ്ങാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് കയറേണ്ടി വന്നു. സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. നാളെ അടുത്ത ചടങ്ങ് ഡെലിവറിയുടെ പ്രാരംഭ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? പ്രഗ്നൻസി പീരീഡിലുള്ള ചടങ്ങുകളുടെ അവസാന പ്രഗ്നൻസിയിലുള്ള ചടങ്ങുകളൊക്കെ തീരാൻ പോയാണ് നാളത്തെ കൊണ്ട്. അതെ അതെ അതെ. പൊക്കത്താണ് നമ്മള് പയ്യനെ. ഈ വണ്ടി ആകുമ്പോ സുഖമാണ് കയറാൻ ഇറങ്ങാനൊക്കെ അല്ലേ? അതെ. അത് വേറെ ഇത് വേറെ കൊച്ചിന് ഇഷ്ടമാണ്. അപ്പോഴേക്കും അനക്ക തുടങ്ങും. ഇതിപ്പോ ഇതിനകത്താവുമ്പോ അങ്ങനെ കുലുക്കങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ചെറിയ ഞാൻ പിന്നെ പിടിച്ചു കയറാനുള്ള പൊക്കം എനിക്ക് സുഖതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങളല്ലേ. ഞാൻ പിടിച്ചു മതിയായി. എനിക്ക് മനസ്സിലായി പിടിക്കാൻ പറ്റുള്ളത്. ഇതൊക്കെ കസേരന്ന് സീറ്റ് അങ്ങോട്ട് ബാക്കിലേക്ക് തള്ളിയല്ലേ ഇരിക്കണത്. അപ്പൊ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ ഇനിയിപ്പോ നിസ്സാര ദിവസങ്ങളുള്ളൂ. ഇടക്കിടക്ക് പറഞ്ഞിട്ടിരിക്കുന്നവരുടെ ഇങ്ങനെയൊക്കെ പോട്ടെ കാര്യങ്ങള്. അപ്പൊ അല്ലേ ഇനിയിപ്പൊ എനിക്ക് തോന്നണത് മിക്കവാറും ഇനി എനിക്കിങ്ങനെ ഞാനിങ്ങനെ പുറത്തേക്ക് പോലൊന്നും ഉണ്ടാവൂല. ഇനിയിപ്പൊ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഇനി ഡെലിവറി കഴിഞ്ഞ് ഇനി ബേബിയൊക്കെ വന്നു ബേബി ആയിട്ടൊക്കെ ഇനി പുറത്ത് പോകുള്ളൂ മിക്കവാറും. അതെ 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 അതെ. നമുക്ക് അപ്പൊ പുറത്തേക്ക് പോകാനുള്ള സിറ്റുവേഷൻ അല്ല. റോഡൊക്കെ ഭയങ്കര ശോകമാണ്. ഭയങ്കര ശോകമാണ്. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം പോകണം. ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതെ, അതിനോട് പോകും. എന്തായാലും ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി നടക്കും. അപ്പോ 2 തവണ ഇനി ഹോസ്പിറ്റലിൽ പോകണം. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം നോർമൽ ചെക്കപ്പ്, അത് കഴിഞ്ഞിട്ട് സ്കാനിങ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അതിനും കൂടെ ഇനി മിക്കവാറും ഞാൻ പുറത്തേക്ക് ഇറങ്ങലുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് സാധനങ്ങള് മെഡിക്കല് അതിനൊന്നും പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല. സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇവിടെ കൂടി ഉണ്ടാവും. ഇവിടെ ആള് ഇവിടെ ഇരിക്കണ്ടാവും, മടിയിലിരിക്കണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ? എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനിയിപ്പോ നമ്മുടെ ഈ വീഡിയോ ഒന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. എന്നിട്ട് നാളത്തെ വിശേഷങ്ങൾ നാളെ ആയിരിക്കും. നാളത്തെ നമ്മുടെ ഇവിടത്തേക്കൊക്കെ ഉള്ളൊരു ചടങ്ങാണ്. വേറെ നാട്ടിലൊക്കെ എങ്ങനത്തെ ചടങ്ങാണെന്ന് എന്ത് ചടങ്ങാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നമ്മളത് 9ാം മാസം കാണാൻ വരുന്നു, വയറ് കാണാൻ വരുന്ന എന്നൊക്കെ പറയും. 9ാം മാസം അറിയിക്കലെന്നാ അങ്ങനെ എന്തൊക്കെയോ പറയും. 9ാം മാസം കാണല് കുറെ ചടങ്ങുകളുണ്ട്. വെറുതെ കുറെ കാരണവരുണ്ടായിട്ടാണ് കുറെ ചടങ്ങ്. സത്യം. 7ാം മാസത്തിൽ അങ്ങോട്ട് വന്നി, 9ാം മാസത്തിൽ അവിടെ നിങ്ങോട്ട് വന്നി. എന്തൊക്കെ ചടങ്ങാണ്. വേഷം കെട്ടില്ല. ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചപ്പോണേ കാണാൻ അവിടെ 2 വീട്ടിൽ ചെന്നോണ്ട് പറയും ഞാനിങ്ങനെ പറയും മര്യാദ കടക്കരുത് തന്നെ.
ഞാൻ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആക്കിയേനെ അങ്ങനെയൊക്കെ പറയാട്ടോ. അപ്പൊ പിന്നെ എല്ലാരും നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഒരു സന്തോഷം നമ്മുടെ സന്തോഷം അങ്ങനെ പറഞ്ഞിട്ടാണ്. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനി നമുക്ക് വൈകിട്ട് വീട്ടിൽ ചെന്ന് കാണാം. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് കഴിയാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടത് അതൊക്കെ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ഷർട്ട് എടുക്കുന്നവർക്ക് ഷർട്ടൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാം ദാരിദ്ര്യത്തിലിരിക്കണായിരുന്നു. അതൊന്നും മേടിക്കാറില്ല. അപ്പൊ ഇന്നിപ്പോ ഒന്ന് മേടിച്ചാണ്. ഇനിയിപ്പോ കുറച്ച് ആവശ്യങ്ങൾക്ക് ഇടേണ്ടി വരും. 2 ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. വർഷത്തിലാകെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എടുക്കുള്ളൂ. അതാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇനിയിപ്പൊ എന്താ പറയാന്. അപ്പൊ അതിനൊക്കെ മുന്നോടിയായിട്ട് ഡ്രസ്സില്ലാണ്ടിരിക്കരുതല്ലോ പറഞ്ഞിട്ടാണ്. അതെ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ.